ആഗോള അയ്യപ്പ ഭക്ത സംഗമം തടയണമെന്ന ഹർജി അടിയന്തരമായി പരിഗണിക്കാൻ സുപ്രീം കോടതി തീരുമാനിച്ചിരിക്കുന്നു. ദേവസ്വം ബോർഡിനെയും സർക്കാരിനെയും ഈ അയ്യപ്പ ഭക്ത സംഗമം നടത്തുന്നതിൽ നിന്നും വിലക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നൽകിയ ഹർജിയാണ് സുപ്രീം കോടതി ബുധനാഴ്ച വാദം കേൾക്കുന്നത്. ജിഷ്ണു കൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് തുടരുന്നുണ്ട്. ജിഷ്ണു, നേരത്തെ നമ്മൾ സംസാരിച്ചു വന്നത് ഈ പമ്പാ നദീതീരം പരിസ്ഥിതിലോല പ്രദേശമാണെന്നും അവിടെ ഇത്തരത്തിലുള്ള സംഗമങ്ങൾ നടത്തരുത് എന്നത് കേരള ഹൈക്കോടതിയുടെ മുൻ നിലപാടാണെന്നും അതിന് ഘടകവിരുദ്ധമായാണ് ഇത്തരം സമ്മേളനങ്ങൾ നടക്കുന്നത് എന്ന കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടുകൂടിയാണല്ലോ ഈ ഹർജി ഇപ്പോൾ സുപ്രീം കോടതിയിലെത്തിയിരിക്കുന്നത്. വന നിയമങ്ങൾക്കെതിരാണെന്നും പമ്പ പരിസ്ഥിതി ലോല പ്രദേശമാണെന്നും സുപ്രീം കോടതിക്ക് മുൻപിലേക്ക് വളരെ കൃത്യമായി ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. നേരത്തെയുള്ള ഹൈക്കോടതി വിധികൾക്ക് വിരുദ്ധമായാണ് ഈ സംഗമം സംഘടിപ്പിക്കുന്നത്. അത് മാത്രമല്ല, ആഗോള അയ്യപ്പ സംഗമം ദേവസ്വം ബോർഡിനെ മുൻനിർത്തിക്കൊണ്ട് സർക്കാർ നടത്തുന്ന രാഷ്ട്രീയ പരിപാടിയാണ് എന്ന പ്രധാനപ്പെട്ട വാദം ഹർജിയിലൂടെ സുപ്രീം കോടതിയെ ധരിപ്പിക്കാനാണ് ഹർജിക്കാർ ശ്രമിക്കുന്നത്. ഇത്തരത്തിലൊരു സംഗമം നടത്താൻ അനുമതി നൽകുന്നത് അത് ഭാവിയിൽ സർക്കാരുകൾക്ക് മത സംഗമങ്ങളുടെ പേരിൽ രാഷ്ട്രീയ പരിപാടി നടത്താനുള്ള ഒരു അവസരമായി മാറ്റും. അതുകൊണ്ട് അത് കൃത്യമായി കോടതി ഇടപെട്ടുകൊണ്ട് തടയണം. നിലവിൽ സംഗമം അനുവദിച്ചിട്ടുള്ള ഹൈക്കോടതിയുടെ വിധി അപകടകരമായ കീഴ്വഴക്കമാണ് എന്ന കാര്യം കൂടി ഡോക്ടർ PS മഹേന്ദ്രകുമാർ നൽകിയിട്ടുള്ള ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. സർക്കാരാണ് ഈ പരിപാടി നടത്തുന്നത്, ദേവസ്വം ബോർഡിനെ മുൻനിർത്തിക്കൊണ്ട് സർക്കാരാണ് നടത്തുന്നത്. പക്ഷേ ദേവസ്വം ബോർഡിന്റെ പണം ഉപയോഗിക്കുന്നു. ദേവസ്വം ബോർഡിന്റെ പണം ദേവസ്വത്തിന്റെ അല്ലെങ്കിൽ ദേവന്റെ പണമാണെന്നും അത് രാഷ്ട്രീയ പരിപാടികൾക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ലെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അത്തരത്തിൽ പ്രധാനപ്പെട്ട 3 വാദങ്ങളാണ്. ഒന്ന്, സർക്കാർ നടത്തുന്ന രാഷ്ട്രീയ പരിപാടിയാണ്. മറ്റൊന്ന്, ദേവസ്വം ബോർഡിന്റെ പണം ഇത്തരത്തിൽ രാഷ്ട്രീയ സംഗമങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല. മറ്റൊന്ന്, പമ്പ പരിസ്ഥിതി ലോല പ്രദേശമാണെന്നും അത് വന നിയമങ്ങൾക്കും ഹൈക്കോടതിയുടെ മുൻ വിധികൾക്കും എതിരായാണ് ഈ പരിപാടി നടത്തുന്നത്. ഈ 3 പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് ഹർജി സുപ്രീം കോടതിക്ക് മുൻപിലേക്ക് എത്തിയിട്ടുള്ളത്. നേരത്തെ ഹൈക്കോടതിയിൽ സമാന വിഷയത്തിൽ ഹർജി നൽകിയ VC അജികുമാറും സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയിട്ടുണ്ട്. ഹർജി അടിയന്തരമായി പരിഗണിക്കണമെന്ന ആവശ്യം ഇപ്പോൾ സുപ്രീം കോടതി അംഗീകരിച്ചിരിക്കുന്നു. ബുധനാഴ്ച കേസ് പരിഗണിക്കുമ്പോൾ കോടതി എന്തെല്ലാം കാര്യങ്ങൾ നിരീക്ഷിക്കും, എന്തു വാദം നടത്തും, ഒപ്പം ഈ ഒരു വിഷയത്തിൽ ബോർഡിനെയും ഒപ്പം ദേവസ്വം ബോർഡിനെയും സർക്കാരിനെയും കേസിൽ നോട്ടീസ് അയക്കാൻ അത് സ്വാഭാവിക നടപടിയായിട്ടുണ്ടാകും. എന്നാൽ 20-ാം തീയതി അയ്യപ്പ സംഗമം നടക്കുന്നതിന് മുമ്പായി സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് നിർണായകമായിട്ടുള്ള ഏതെങ്കിലും ഇടപെടൽ ഉണ്ടാകുമോ എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. കാരണം ഭക്തരുടെ ഭാഗത്തുനിന്നും വലിയ പ്രതിഷേധങ്ങൾ ഇതിനെതിരെ ഉയർന്നിട്ടുണ്ട്. നേരത്തെ ശബരിമലയിലെ ആചാര സംരക്ഷണത്തിന് നാമജപം നടത്തിയ ഭക്തർക്കെതിരെ എടുത്തിട്ടുള്ള കള്ളക്കേസുകൾ പോലും പിൻവലിക്കാതെയാണ് സർക്കാർ ഈ അയ്യപ്പ സംഗമം നടത്തുന്നത്. എന്ത് ഉദ്ദേശശുദ്ധിയാണ് ഈ അയ്യപ്പ സംഗമത്തിനുള്ളത് എന്നത് സംബന്ധിച്ച് വലിയ വിമർശനവും പ്രതിഷേധവും ഉയരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് അയ്യപ്പ ഭക്ത സംഗമം തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി സുപ്രീം കോടതി ബുധനാഴ്ച പരിഗണിക്കാനിരിക്കുന്നത്. ഗൗതം, ജിഷ്ണു, ഈ കേസ് ബുധനാഴ്ച സുപ്രീം കോടതി പരിഗണിക്കുന്നു. മാത്രമല്ല, കോടതിയുടെ തീരുമാനങ്ങൾ അല്ലെങ്കിൽ കോടതിയുടെ നിരീക്ഷണങ്ങൾ അത് നമുക്കിപ്പോൾ പ്രവചിക്കുകയോ അല്ലെങ്കിൽ അത്തരം നിരീക്ഷണങ്ങൾ ഈ ഘട്ടത്തിൽ ചർച്ച ചെയ്യുന്നതോ ശരിയല്ല. പക്ഷേ എങ്കിൽ പോലും ഈ ഹർജിക്കാരന് ഉയർത്തുന്ന വിഷയങ്ങൾ വളരെ ഗൗരവമുള്ളതാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒന്ന്, നമ്മളിപ്പോൾ ചർച്ച ചെയ്ത പമ്പ പോലെ പരിസ്ഥിതി ലോല പ്രദേശമായിട്ടുള്ള ഒരു പ്രദേശത്ത് ഒരു നദിയുടെ തീരത്ത് ഇത്തരം സംഗമങ്ങൾ നടത്തുന്ന വിഷയം ചൂണ്ടിക്കാണിക്കുന്നു. മറ്റൊന്ന്,